ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമാലേഖനത്തിലൂടെയുള്ള നമ്മുടെ പഠനത്തിന്റെ 4-ാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 29 വരെയുള്ള വേദഭാഗമാണ് ധ്യാനിക്കുന്നത്. നമുക്ക് ആദ്യം ആ വേദഭാഗം ഒന്ന് വായിക്കാം. നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചും ഇരിക്കുന്നെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കയില്ലയോ? പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ആമേൻ. അതാണ് നമ്മുടെ ഇന്നത്തെ വേദഭാഗം. വേദഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ പ്രാവശ്യത്തെയും പോലെ കുറച്ച് ആമുഖ ചിന്തകൾ പറഞ്ഞ് വേദഭാഗത്തെ പരിചയപ്പെടുത്തട്ടെ. റോമാലേഖന പഠന പരമ്പരയിൽ നമ്മൾ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ്. ഗഹനമായ ഒരു പഠനമല്ല. എല്ലാ അധ്യായത്തിലും 2 ഭാഗങ്ങൾ വെച്ച് മൊത്തചിത്രം പൊതുവിശ്വാസികൾക്ക് ഈ ലേഖനത്തെക്കുറിച്ചുള്ള മൊത്തചിത്രം ഒന്ന് പകർന്നു കൊടുക്കുക എന്നുള്ള ലളിതമായ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ പഠന പരമ്പര നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളിപ്പോൾ പാപം എന്ന് പറയുന്ന വിഷയത്തിന്റെ നടുവിലാണ്. 1-ാം അധ്യായം 18-ാം വാക്യം മുതൽ 3-ാം അധ്യായം 20-ാം വാക്യം വരെയും അപ്പോസ്തലന്റെ വിഷയം പാപം തന്നെയാണ്. നമ്മൾ ആ വിഷയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഏറ്റവും ചിട്ടയായ ലേഖനമാണ് പൗലോസിന്റെ റോമാലേഖനം എന്ന് നമ്മൾ തുടക്കം മുതലേ കണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് സകല മനുഷ്യർക്കും സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടെന്ന് തെളിയിക്കുവാൻ, എല്ലാ മനുഷ്യരും പാപികളാണെന്ന് സ്ഥാപിക്കുവാനാണ് പൗലോസ് ഈ ഭാഗങ്ങളിലെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഒന്നാമതായിട്ട് കണ്ടു, 1-ാം അധ്യായത്തിൽ ലൗകികന്മാരായ മനുഷ്യർ പാപികളാണെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യത്തെ പഠനത്തിൽ നമ്മൾ കണ്ടു 2-ാം അധ്യായം എത്തുമ്പോൾ സ്വയനീതിക്കാരായ മതബോധമുള്ളവരും പാപികളാണെന്നാണ് അപ്പോസ്തലൻ പഠിപ്പിച്ചു വരുന്നത്. അതൊരു വലിയ വേദഭാഗമാണ്. ഇന്നും നമ്മളത് അവസാനിപ്പിക്കുകയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സ്വയനീതിക്കാരുടെ കൂട്ടത്തിൽ തന്നെ വിശേഷാൽ യഹൂദന്മാരും പാപികളാണെന്നാണ് അപ്പോസ്തലൻ തെളിയിക്കുവാനായിട്ട് പോകുന്നത്. അടുത്ത പ്രാവശ്യമേ നമ്മൾ ഈ 3-1 മുതൽ 20 വരെ നോക്കി ഈ പാപം, മനുഷ്യരെല്ലാവരും പാപികളാണെന്നുള്ള സുവിശേഷത്തിന്റെ 1-ാമത്തെ പടി നമ്മൾ കണ്ടു തീർക്കുവാനായിട്ട് പോകുന്നുള്ളൂ. സ്വയനീതിക്കാരെയും ദൈവം വിധിക്കുമെന്നുള്ളതിന്റെ ആ വിഷയത്തിന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ നമ്മുടെ വേദഭാഗം 2-ാം അധ്യായം 17 മുതൽ 29 വരെയും നമ്മൾ കാണുന്നത്, യഹൂദന്മാർക്കും സ്വയനീതിയാൽ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല, അവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അപ്പോസ്തലന്റെ വാദം. ഇന്നത്തെ നമ്മുടെ വേദഭാഗം നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും. പ്രധാനമായിട്ടും 3 വിഷയങ്ങളാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടുത്തെ മുഖ്യ വിഷയം ന്യായപ്രമാണത്തിൽ നിന്നുള്ള അറിവും വിവേകവും യഹൂദനുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് പരിച്ഛേദന എന്നുള്ള വിഷയമാണ്. യഹൂദ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദന ഏറ്റ പുരുഷന്മാരാണ്. അത് അവരുടെ ഉടമ്പടിയുടെ അടയാളമാണ്. അപ്പോൾ അത് അവരുടെ ഒരു മതപരമായ ഒരു ആചാരത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് അവസാനത്തെ 2 വാക്യങ്ങളായ 28-ലും 29-ലും നമ്മൾ കാണുന്നത് അവർ ജന്മം കൊണ്ട് യഹൂദന്മാരാണ്, പുറമെ യഹൂദന്മാരാണ്, ജനിച്ചപ്പോഴേ യഹൂദന്മാരാണ്. അവിടുത്തെ വിഷയം പിതൃപാരമ്പര്യം എന്ന് പറയുന്ന വിഷയമാണ്. ജന്മന അവർ ഈ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. ഈ 3 വിഷയങ്ങളും നമുക്കറിയാം. ന്യായപ്രമാണമാകട്ടെ, പരിച്ഛേദനയാകട്ടെ, പിതൃപാരമ്പര്യമാകട്ടെ, ഇതിൽ
ഈ 3 വിഷയങ്ങളിലുമാണ് യഹൂദൻ തന്റെ സ്വയനീതിക്ക് അടിസ്ഥാനം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലൻ ഈ 3 വിഷയങ്ങളും എടുത്ത് കൈകാര്യം ചെയ്ത് ഇതിലൂടെ ഒന്നും യഹൂദന് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. ന്യായപ്രമാണത്തിന്റെ വെറും അറിവ് കൊണ്ടോ പരിച്ഛേദനയിലുള്ള പങ്കാളിത്തം കൊണ്ടോ ജന്മന ഈ പാരമ്പര്യത്തിൽ ഭാഗമായതുകൊണ്ടോ ഒന്നും അവർക്ക് യഥാർത്ഥ രക്ഷ, യഥാർത്ഥ നീതീകരണം ലഭ്യമാവുകയില്ല എന്നാണ് അപ്പോസ്തലൻ ഈ വേദഭാഗത്തിലൂടെ തെളിയിക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മുടെ പഠന രീതി എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ഇത് പറയുന്നതിന്റെ കാരണം നമ്മൾ സാധാരണ പ്രസംഗം പോലെ അല്ല ഇത്. നമ്മൾ വചനം പഠിച്ചിട്ട് പിന്നെ അവിടുത്തെ ഉപദേശം നോക്കി അതിനുശേഷമേ പ്രായോഗിക തലത്തിലേക്ക് എത്തത്തുള്ളൂ. ചിലർക്കൊക്കെ അങ്ങനെ ചിട്ടയായിട്ട് വചനം പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പ്രായോഗികം പറയുന്നത് വരെ ഭയങ്കര ക്ഷമയില്ലായ്മയാണ്. ഇയാൾ എന്തുവായി പറഞ്ഞു പോകുന്ന, കാട് കയറി പോകുന്നു. പ്രായോഗിക തലത്തിൽ എപ്പോൾ എത്തും എന്ന് പറഞ്ഞ് ക്ഷമ നശിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തേ എത്തത്തുള്ളൂ. ആദ്യം വേദഭാഗം എന്താണ് പഠിപ്പിക്കുന്നത്, അവിടെ അടങ്ങിയിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ എന്താണ്, അതിൻ്റെ വെളിച്ചത്തിലേ നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ ആഴ്ചയും ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നത്. പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും, പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കണം. കാരണം മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും പ്രായോഗിക തലത്തിലുള്ള വിഷയം പറഞ്ഞാൽ പോരാ. ശരിക്കും വചന വെളിച്ചത്തിലും വചനത്തിന്റെ ഉപദേശ സത്യങ്ങളുടെ അടിസ്ഥാനത്തിലുമായിരിക്കണം നമ്മുടെ പ്രായോഗിക ഉപയോഗങ്ങൾ നമ്മൾ വചനത്തിൽ നിന്ന് കാണുന്നത്. എന്നിരുന്നാലും നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ വേദഭാഗത്തിലേക്ക് തിരിയാം. 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 24 വരെ നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ വിഷയം ന്യായപ്രമാണമാണ്. അപ്പോൾ ന്യായപ്രമാണം കൊണ്ട് യഹൂദൻ ദൈവമുൻപാകെ നീതീകരിക്കുകയില്ല എന്നുള്ളതാണ് മൊത്തചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വേദഭാഗത്തിലൂടെ അപ്പോസ്തലൻ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ മലയാളം ബൈബിൾ പ്രത്യേകിച്ച് ഒരു വലിയ നീണ്ട ഒരു വാചകമാണ്. അപ്പൊ ഇതിനകത്ത് 5 വസ്തുതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഈ എന്നും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. 17-ാം വാക്യത്തിൽ നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും, അപ്പൊ പേർ കൊണ്ടും കോമ. അപ്പൊ അങ്ങനെ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പേർ കൊണ്ടും, പിന്നെ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും, 18-ൽ ദൈവത്തിൽ പ്രശംസിച്ചും, പിന്നെ ന്യായപ്രമാണത്തിന്റെ അറിവിന്റെ വെളിച്ചത്തിൽ 18-ന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് ഭേദാഭേദങ്ങളെ വിവേചിച്ചും, നന്മ തിന്മകളെ വിവേചിച്ചും. പിന്നെ 19-ഉം 20-ഉം ഒരു വലിയ നീണ്ട വാചകമാണ്. അതായത് അവർക്ക് ന്യായപ്രമാണത്തിന്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുള്ള പ്രാഗൽഭ്യമുണ്ടെന്നും 20-ന്റെ അവസാനം പറഞ്ഞിരിക്കുക ഉറച്ചും ഇരിക്കുന്നു. അപ്പൊ പേർ കൊണ്ടും ആശ്രയിച്ചും പ്രശംസിച്ചും വിവേചിച്ചും ഉറച്ചും ഇരിക്കുന്ന യഹൂദൻ, സ്വയനീതിക്കാരനായ യഹൂദനോടാണ് ഇന്നത്തെ വേദഭാഗം ഇടപെടാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങളും ന്യായപ്രമാണവുമായിട്ട് ചുറ്റിപ്പറ്റി ഉള്ളതാണ്. അവർ പേരുകൊണ്ട് യഹൂദനാണ്. അത് ന്യായപ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് അവർ പേരുകൊണ്ട് യഹൂദനാണെന്ന് പറയുന്നത്. അതായത് അവര് നാമധേയ വിശ്വാസികളാണ്, പേരുകൊണ്ട് വിശ്വാസിയാണ്. ഇസ്രായേൽ മക്കളാണ്, പേരുകൊണ്ട് വിശ്വാസിയാണ്. അപ്പൊ ആ പേര് ന്യായപ്രമാണത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ അവൻ ന്യായപ്രമാണത്തിലാണ് അവന്റെ ആശ്രയം, അവന്റെ വിശ്വാസം. ഞാൻ ന്യായപ്രമാണം അനുസരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ എനിക്ക് രക്ഷ ലഭിക്കുമെന്നാണ്. പ്രവൃത്തിയാലുള്ള ഒരു രക്ഷയാണ് അവൻ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് അവൻ ന്യായപ്രമാണത്തിൽ വെളിപ്പെടുത്തപ്പെട്ട സത്യദൈവത്തിൽ അവൻ പ്രശംസിക്കുന്നു. മറ്റ് ജാതികൾക്കൊന്നും വെളിപ്പെട്ടിട്ടില്ല, സത്യദൈവത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നു. ഓ സ്തോത്രം, ഞങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം, അങ്ങനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നു എന്ന് അതിൽ അവൻ പ്രശംസിക്കുന്നു. 4-മതായിട്ട് അവന് ന്യായപ്രമാണത്തിന്റെ വെളിച്ചത്തിൽ അവന് നന്മ തിന്മകൾ തിരിച്ചറിയാൻ വെളിപ്പാടുണ്ട്. അതിൽ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ ചോദ്യം. അവൻ അറിയാം എന്താ ശരി എന്താ തെറ്റെന്നുള്ളത്. 5-മതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരെ ഉപദേശിക്കാൻ താൻ വലിയ ആളാണെന്ന് ഉറച്ചിരിക്കുന്നു. നമുക്കാണ് എല്ലാ അറിവും ഉള്ളത് എന്നുള്ള ഒരു ഉറപ്പ്. ആ ഉറപ്പെന്നുള്ള വാക്കിന് വേണേൽ നമുക്ക് ആത്മപ്രശംസ എന്നും ഉപയോഗിക്കാം. ഈ വേദഭാഗം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. യഹൂദൻ സ്വന്തം ആയിട്ട് കുറെ കാര്യങ്ങൾ വിചാരിച്ച് അവൻ ആത്മപ്രശംസയിലാണ് ആയിരിക്കുന്നത്. ഈ വേദഭാഗം അവസാനിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ശരിയായ വിശ്വാസി, ആർക്കാണ് ദൈവത്തിൽ നിന്ന്, മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കുന്നത്. അപ്പൊ ഒരു ആത്മപ്രശംസയിലാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ ആത്മപ്രശംസ തെറ്റാണ്, തെറ്റായ ബോധ്യങ്ങളിലുള്ള ഒരു ആത്മവിശ്വാസമാണ്. അവസാനം ദൈവത്തിന്റെ യഥാർത്ഥ പ്രശംസ ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസി ആരാണെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞു നിർത്തുന്നത്. അതിലേക്ക് നമ്മൾ അവസാനം എത്തും. അപ്പോ ഇവിടെ 21 മുതൽ 23 വാക്യങ്ങളിൽ തുടർന്ന് ഈ ഉറച്ചിരിക്കുന്ന യഹൂദനോട് പൗലോസ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവിടെ ഒരു 5 ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, നീ മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കുന്നെങ്കിൽ നീ നിന്നോട് ഉപദേശിക്കാറുണ്ട്.
ഏഹ്? നീ കള്ളം പറയെന്ന് പറഞ്ഞാൽ നീ കള്ളം പറയുന്നുണ്ടോ? അല്ലേ? നീ പറയുകയാണ് വ്യഭിചാരം ചെയ്യരുത്. പക്ഷെ നീ വ്യഭിചാരം ചെയ്യുന്നുണ്ടോ? അല്ലേ? അപ്പൊ അങ്ങനെ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ മോഷ്ടിക്കുന്നുവോ? അങ്ങനെ നിങ്ങൾ ഈ ന്യായപ്രമാണത്തിന്റെ അറിവുണ്ടെന്ന് പറയുകയും നിങ്ങളുടെ നടപ്പിൽ അതൊന്നും വെളിപ്പെട്ട് വരികയും ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ കപടഭക്തിക്കാരല്ലേ എന്നാണ് ചോദിച്ചു വരുന്നത്. അപ്പോ ന്യായപ്രമാണത്താൽ രക്ഷിക്കപ്പെടുമെന്നൊക്കെ പറയുമെങ്കിലും ജീവിതത്തിൽ ന്യായപ്രമാണത്തിന്റെ പൂർണ്ണമായ അനുസരണമില്ല, പൂർണ്ണ നീതി ഇല്ല. മറ്റുള്ളവരെയൊക്കെ വിധിക്കുന്നുണ്ട്, പക്ഷേ സ്വന്തം ജീവിതത്തിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ സ്വയനീതിക്കാരന്റെ ഒരു കുഴപ്പം അതാണ്. അതുകൊണ്ട് 24-ാം വാക്യത്തിൽ പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ 52:5 ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഈ ന്യായപ്രമാണത്തിന്റെ ഉപദേശം യഹൂദന്മാർ തന്നെ അനുസരിക്കുന്നില്ല. അതുനിമിത്തം ദൈവത്തിന്റെ ജനമെന്ന് പറഞ്ഞിട്ട് ദൈവത്തെ അനുസരിക്കാതെ നടക്കുന്ന നിമിത്തം ആകെ കൂടെ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ ജാതികളുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നുണ്ട്. അതാണ് ഈ നാമധേയരെ കൊണ്ടുള്ള ഒരു ഗുണം. ജാതികളുടെ ഇടയിൽ, അവിശ്വാസികളുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നുണ്ട്. അതാണ് നിങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഏക ഗുണം എന്നാണ് പുള്ളി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ യഹൂദന്മാർ ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കുന്നില്ല. അതാണ് പൗലോസ് ആദ്യം നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ ഇതല്ലേ എന്ന് ചോദിച്ചിട്ട്, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വേദഭാഗത്തിൽ കണ്ടു, 2-ാം അധ്യായം തുടക്കത്തിൽ കണ്ടു, ഹേ മറ്റുള്ളവരെ വിധിക്കുന്നവനെ, നിന്റെ ജീവിതത്തിൽ നീ അതേ പാപം ചെയ്യുന്നില്ലേ? നീ ഒരു കപടഭക്തിക്കാരനല്ലേ? പരിപൂർണ നീതിയില്ലാത്ത എല്ലാവരുടെയും കുഴപ്പം അതാണ്. നമുക്ക് വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മളോടാ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഒരു വിരൽ മുന്നോട്ട് ചൂണ്ടുമ്പോൾ ബാക്കി 3 നമ്മുടെ നേരെയാ. പരിപൂർണ നീതിയില്ലാത്ത എല്ലാ മനുഷ്യരുടെയും കുഴപ്പം ഇതാ മതപരമായ ഭക്തന്മാരുടെ കുഴപ്പം, സ്വയനീതിക്കാരുടെ കുഴപ്പം. അവരാരും പരിപൂർണ നീതിയുള്ളവരല്ല. പരിപൂർണ നീതി വേണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. ദാനമായിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നേടുവാനേ കഴിയുകയുള്ളൂ. ഇതാണ് സുവിശേഷം. റോമർ 1:16 നമ്മൾ കണ്ടു കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നീണ്ട ഒരു വേദഭാഗമാണ്. മനുഷ്യരെല്ലാം പാപികളാണ്, ഇതിൽ നിന്ന് ആരെയും ഒഴിവാക്കിയിട്ടില്ല. ലൗകികനാകട്ടെ, സ്വയനീതിക്കാരനാകട്ടെ, യവനനാകട്ടെ, യഹൂദനാകട്ടെ, എല്ലാവരും പാപികളാണ്. എല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കടമായിട്ട് ദാനമായിട്ട് നീതി പ്രാപിച്ചാലേ പരിപൂർണ നീതി കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ മറ്റുള്ളവനോടൊക്കെ പ്രസംഗിക്കുന്നു, നീ നിന്നോട് പ്രസംഗിക്കുന്നില്ലല്ലോ എന്നുള്ള കുറ്റപ്പെടുത്തൽ നമുക്കെല്ലാവർക്കും ബാധകമാണ്. അത് യഹൂദനും ബാധകമാണ്. മാത്രമല്ല, ഈ ന്യായപ്രമാണത്തിന്റെ അറിവൊക്കെ ഉണ്ടായിട്ടും നീ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ കുറ്റം വലുതാണ്, വളരെ വലുതാണ്. അറിവില്ലാതെ ചെയ്യുന്നത് പോലല്ല അറിഞ്ഞുകൊണ്ട് അറിഞ്ഞ സത്യത്തോട് നീതി പുലർത്താതെ ഇരിക്കുന്നത്, അല്ലെ? അറിവില്ലായ്മയെക്കാളും വലിയ പാപമാണ് കപടഭക്തി. അപ്പോ ഈ ന്യായപ്രമാണമൊക്കെ അറിയാം, ഞാൻ അതിലൂടെ അങ്ങ് നീതീകരിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന, പ്രശംസിക്കുന്ന യഹൂദൻ മനസ്സിലാക്കണം, ന്യായപ്രമാണം പൂർണ്ണമായിട്ടും നീ അനുസരിക്കുന്നില്ല, നീ കപടഭക്തിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇതേ ന്യായപ്രമാണം നിന്നെ കുറ്റം വിധിക്കും. നിന്നെ നീതീകരിക്കാനല്ല പോകുന്നത്, ദൈവം മുൻപാകെ കുറ്റപ്പെടുത്തുവാനും വിധിക്കുവാനുമാണ് ന്യായപ്രമാണം പോകുന്നത്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ന്യായപ്രമാണത്തിലല്ല നീ ആശ്രയം വെക്കേണ്ടത്, യേശുക്രിസ്തുവിൽ വേണം ആശ്രയം വെക്കുവാൻ. രണ്ടാമതായിട്ട് 2:25 മുതൽ 27 വരെ നമ്മൾ പറഞ്ഞു, പരിച്ഛേദനയെ കുറിച്ചുള്ള വേദഭാഗമാണ്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഈ മൊത്തം വേദഭാഗം നമുക്ക് ഒരു യഹൂദനും, അതായത് സുവിശേഷം വിശ്വസിക്കുവാൻ വിസമ്മതിക്കുന്ന മതപരമായ സ്വയനീതിക്കാരനായ ഒരു യഹൂദനും അപ്പോസ്തലനായ പൗലോസും തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ട് നമുക്ക് ഈ വേദഭാഗത്തെ വേണേൽ ചിന്തിക്കാം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മുടെ അപ്പോസ്തലൻ പറഞ്ഞു, നീ ന്യായപ്രമാണമൊന്നും അനുസരിക്കുന്നില്ല, അതുകൊണ്ട് ന്യായപ്രമാണം അനുസരിച്ച് നീതി പ്രാപിക്കാമെന്നുള്ള നിന്റെ പ്രത്യാശ വ്യർത്ഥമാണ്. അപ്പോൾ യഹൂദന്റെ മറുപടി ഇതായിരിക്കാം, ശരിയാണ്, ഞാൻ ന്യായപ്രമാണമൊന്നും അനുസരിക്കുന്നില്ലേലും, എനിക്കത്ര പൂർണ്ണ നീതിയൊന്നും ഇല്ലേലും എനിക്ക് പരിച്ഛേദന ഉണ്ടല്ലോ, ഞാൻ പരിച്ഛേദന ഏറ്റ ആളാണല്ലോ. അതിനാൽ ഞാൻ ദൈവജനത്തിന്റെ ഭാഗവും ദൈവപ്രസാദം ലഭിച്ചവനുമാണ്. ഞാനൊരു യഥാർത്ഥ വിശ്വാസി തന്നെ, കാരണം ഞാൻ പരിച്ഛേദനയൊക്കെ ഏറ്റവനാ. ഞാൻ ഉടമ്പടി കൂട്ടായ്മയുടെ അകത്ത് തന്നെയാണല്ലോ, അല്ലെ? ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ കാലത്തെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. പഴയകാല യഹൂദ റബ്ബിമാരുടെ, അവരുടെ മതപരമായ പണ്ഡിതന്മാരുടെ രചനകളിലൊക്കെ ഇതുപോലുള്ള പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. പരിച്ഛേദനയേറ്റ ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടാതെ ഇരിക്കയില്ല, അവർ നഷ്ടപ്പെട്ടു പോകയില്ല എന്നായിരുന്നു യഹൂദന്മാർ പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ പൗലോസിന്റെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ചിന്താഗതിയായിരുന്നു, നരകത്തിന്റെ കവാടത്തിൽ അബ്രഹാം പിതാവ് നിൽപ്പുണ്ട്. അബ്രഹാം പിതാവ് നിൽക്കുന്നത് പരിച്ഛേദനയേറ്റ ഒരു യഹൂദനും നാശത്തിൽ പോകാതിരിക്കണം, അത് ഉറപ്പുവരുത്താൻ വേണ്ടി നരകവാതിൽ താൻ പോയി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പരിച്ഛേദന ഏറ്റിട്ടുണ്ട്, ഒന്നും പേടിക്കാനില്ല, രക്ഷിക്കപ്പെടുമെന്നായിരുന്നു യഹൂദന്മാർ അന്നത്തെ കാലത്ത് വിശ്വസിച്ചിരുന്നത്.
നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ പലർക്കും പല ചിന്താഗതി ഉണ്ട്. ഏതെങ്കിലുമൊക്കെ കൂദാശയിലും എന്തെങ്കിലുമൊക്കെ ആചാരത്തിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ നാമധേയ ക്രിസ്ത്യാനികളാണെ പോലും അങ്ങ് രക്ഷിക്കപ്പെട്ടോളും, അല്ലെ, ശിശുസ്നാനം എടുത്തവരാണ് രക്ഷിക്കപ്പെട്ടോളും എന്നൊക്കെ ചിന്താഗതി ഉണ്ട്. അതേപോലെ തന്നെ യഹൂദന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയാണ്, നമുക്ക് ദൈവം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ആചാരമായ ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദനയുടെ ഭാഗമാണ്, പിന്നെ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ന്യായപ്രമാണം അത്ര പരിപൂർണമായിട്ടൊന്നും അനുസരിച്ചിട്ടില്ലേലും നിങ്ങൾ പരിച്ഛേദന പ്രാപിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ടും രക്ഷിക്കപ്പെടുമെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇനി പരിച്ഛേദന യഹൂദനെ ദൈവമുൻപാകെ നീതീകരിക്കയില്ല എന്ന് തെളിയിക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ വിഷയം യഹൂദൻ സമ്മതിച്ചു, ശരിയാ, ഞാൻ അനുസരിക്കുന്നില്ല, പൂർണ്ണമായിട്ട് അനുസരിക്കും, ഞാൻ മറ്റുള്ളവരോടൊക്കെ പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ അനുസരിക്കുന്നില്ല, ഞാനൊരു കപടഭക്തിക്കാരനൊക്കെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, പരിച്ഛേദന നിന്നെ നീതീകരിക്കുകയില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പലരും പഠിപ്പിച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, വചനപ്രകാരം പരിച്ഛേദന അങ്ങനെയുള്ളവരെ രക്ഷിക്കുകയില്ല. കാരണം എന്താണ്? ദൈവവുമായുള്ള ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന ഒരു ആചാരമായിരുന്നു പരിച്ഛേദന. ഞാൻ ഉടമ്പടി ബന്ധത്തിലാണ്, ദൈവവുമായിട്ടൊരു ഉടമ്പടി ബന്ധത്തിലാണെന്ന് അടയാളപ്പെടുത്തുവാനാണ് ദൈവം പരിച്ഛേദന കൊടുത്തത്, അല്ലെ? അബ്രഹാമെ, നീ ഇപ്പൊ എന്റേതായി, നീ എന്റെ ദാസനായി, നീ എന്റെ ഉടമ്പടി ബന്ധത്തിലാണ്, നിനക്ക് നിന്റെ സന്താനങ്ങൾക്കും നീ പരിച്ഛേദന കൊടുക്കണം. കാരണം അത് ഒരു ലക്ഷണമാണ്, അതൊരു അടയാളമാണ്, ഒരു മുദ്രയാണ്, നീ ഉടമ്പടി ബന്ധത്തിലാണെന്ന്. അപ്പൊ ഉടമ്പടി ബന്ധത്തിലാണെന്ന് സൂചിപ്പിക്കാനുള്ള ഒരു അടയാളമാണ് പരിച്ഛേദന. അപ്പോഴാണ് ഇവർ പറയുന്നത്, ഉടമ്പടി ബന്ധത്തിലാണേലും ഉടമ്പടി ബന്ധത്തോട് അനീതി പ്രവർത്തിക്കുന്ന, അനുസരണക്കേട് കാണിച്ചാലും പരിച്ഛേദന അങ്ങ് പ്രവർത്തിച്ചോളൂ. അതെങ്ങനെ പ്രവർത്തിക്കും? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉടമ്പടി ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ബന്ധത്തിൽ നീതി പുലർത്തുന്നവൻ, ദൈവത്തേക്ക് അനുസരിച്ച് നടക്കുന്നവൻ. അപ്പോഴാണ് പറയുന്നത്, അനുസരണക്കേട് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഈ പരിച്ഛേദന പ്രവർത്തിച്ചോളൂ. അല്ല, പരിച്ഛേദന ഉടമ്പടി ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ആചാരമാണെങ്കിൽ, ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവരെ അടയാളപ്പെടുത്തുന്ന ഒരു മുദ്രയാണെങ്കിൽ, നിയമം ലംഘിക്കുന്ന ഒരാൾക്ക് പരിച്ഛേദന കൊണ്ടപ്പോൾ പിന്നെ ഒരു പ്രയോജനവുമില്ല, അല്ലെ? ദൈവത്തെ അനുസരിക്കുന്നവരെ അടയാളപ്പെടുത്താൻ വേണ്ടി ദൈവം ചില ആചാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പഴയ ഉടമ്പടിയിൽ പരിച്ഛേദന, പുതിയ ഉടമ്പടിയിൽ സ്നാനം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അനുസരണക്കേടി നടക്കാനുള്ള ലൈസൻസോ, നിങ്ങൾ അനീതി പ്രവർത്തിച്ചാലും അത് പ്രയോജനമുള്ളതാണെന്ന് പറയുന്നത് തെറ്റായ ചിന്താഗതിയാണെന്നാണ് പൗലോസ് 25, 26, 27 വാക്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നീ ന്യായപ്രമാണം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അതിനെ അനുസരിക്കുന്നില്ല, നിനക്ക് അപൂർണമായ നീതിയാണെങ്കിൽ പിന്നെ പരിച്ഛേദന കൊണ്ട് നിനക്കൊരു പ്രയോജനവുമില്ല. ഉടമ്പടി ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരെ അടയാളപ്പെടുത്തുവാനാണ് പരിച്ഛേദന, അല്ലെ? മാത്രമല്ല 26, 27 വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്, പ്രത്യേകിച്ച് പഴയ മലയാളത്തിൽ. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? അത് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകുകയില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, പരിച്ഛേദന ഏൽക്കാത്ത ഒരു ജാതീയൻ ന്യായപ്രമാണത്തിന്റെ തത്വം എന്തെങ്കിലും ഒന്ന് അനുസരിച്ചാൽ പരിച്ഛേദന ഏറ്റ ഒരു യഹൂദനേക്കാളും ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടവനല്ലേ എന്നാണ് ചോദ്യം. ഇങ്ങനെ ആരും അനുസരിക്കുന്നൊന്നും ആരും ചിന്തിക്കരുത്. ഇതൊരു വാദത്തിനു വേണ്ടി പൗലോസ് പറയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കഴിഞ്ഞു, ഒരു മനുഷ്യനും നീതി പ്രവർത്തിക്കുന്നില്ല, ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ശരിയല്ലേ, അഗ്രചർമ്മി നിന്നെ കുറ്റം വിധിക്കുകയില്ലേ എന്നാണ് ഇവിടുത്തെ ചോദ്യം. തത്വത്തിലൊരു ചോദ്യമാണ്. അപ്പൊ അത് തെളിയിക്കുന്നത്, യഹൂദനായാലും ജാതീയനായാലും ദൈവഹിതത്തോട് അനുസരണമില്ലാതെ വെറുതെ ആചാരങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ല. ഇവിടുത്തെ വിഷയം ആചാരത്തിലാണ് ആശ്രയം. ഞാൻ പരിച്ഛേദന ഏറ്റിട്ടുണ്ട്, അല്ലെ? ഒരു പൂജാവിധിയിലൊക്കെ വന്ന് സംബന്ധിക്കുന്ന ലാഘവത്തോടെ പറയണ, ഞാൻ പരിച്ഛേദന ഏറ്റിട്ടുണ്ട്, എന്നെ ശിശുസ്നാനം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ ഇപ്പോൾ അങ്ങനെ ക്രിസ്തുവിനോട് വലിയ നീതിയൊന്നും പുലർത്തി ജീവിക്കാറൊന്നുമില്ല, ഞാൻ വിശ്വസിക്കാറുമില്ല. എൻ്റെ വിശ്വാസം ഈ പരിച്ഛേദന ഏറ്റിട്ടുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ശിശുസ്നാനം ഏറ്റിട്ടുള്ളത് കൊണ്ടും ഞാൻ രക്ഷിക്കപ്പെട്ടുള്ളൂ. അപ്പോൾ ആശ്രയം ദൈവം എന്ന് പറയുന്ന വ്യക്തിയിലൊന്നുമല്ല, ഒരു ബന്ധവുമില്ല, ഒരു കർമ്മം ചെയ്തിട്ട് അതിന്റെ ഫലം കിട്ടും എന്നുള്ള പ്രവൃത്തിയാലുള്ള രക്ഷ തന്നെയാണിത്. മാത്രവുമല്ല, ഈ പരിച്ഛേദനയുടെ ഉദ്ദേശ ശുദ്ധിയൊക്കെ മറികടന്നുകൊണ്ടുള്ള തോന്നിവാസവും കൂടാണിത്, അല്ലെ? അപ്പോ വെറുതെ കുറെ ആചാരം അനുഷ്ഠിച്ചാലൊന്നും ഗുണമില്ല. അനുസരണമാണ് ആചാരത്തെക്കാളും എപ്പോഴും ദൈവസന്നിധിയിൽ വിലയേറിയത്, അല്ലെ? കൂടാതെ പരിച്ഛേദന ഏൽക്കാത്ത ജാതീയന്റെ സദാചാരം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ പരിച്ഛേദന ഏൽക്കുന്ന യഹൂദനെ കുറ്റം വിധിക്കുകയും ചെയ്യും. അപ്പോ വാസ്തവത്തിൽ ചിന്തിച്ചാൽ ഈ പരിച്ഛേദന ഏറ്റെന്ന് പറയുന്ന യഹൂദന് കുറ്റം കൂടുതലാണ്. കാരണം അവന് ന്യായപ്രമാണം അറിയാം, അവൻ പരിച്ഛേദന ഏറ്റിട്ടുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ ദൈവമായിട്ട് നാമധേയമായിട്ടാണെങ്കിലും നാമമാത്രമായിട്ടാണെങ്കിലും ഞാൻ ഉടമ്പടി ബന്ധത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കപടത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവന്റെ കുറ്റം വലുതാണ്. അവന് കൂടുതൽ വെളിച്ചം ദൈവം കൊടുത്തിട്ട് അവൻ കൂടുതൽ അനുസരണക്കേടിലാണ് നടക്കുന്നത്, അല്ലാതെ കൂടുതൽ അനുസരണത്തിലല്ല. അപ്പൊ പരിച്ഛേദന ഏറ്റിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ലൈസൻസ് അല്ല കിട്ടുന്നത്,
നമുക്ക് കൂടുതൽ പാപത്തിൽ ജീവിക്കാനുള്ള അനുവാദമോ സ്വാതന്ത്ര്യമോ അല്ല കിട്ടുന്നത്, നമുക്ക് കൂടുതൽ ദൈവക്രോധമാണ് കിട്ടാൻ പോകുന്നത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ. അപ്പോൾ യഹൂദൻ ഇതൊരു വലിയ എന്തോ ഒരു പ്രിവിലേജ് ആണെന്നൊക്കെ, എന്തോ പ്രത്യേക ഒരു ബഹുമതിയാണെന്ന പോലൊക്കെ ഇത് എടുത്തു പറയുമ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് കുറ്റബോധം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ആഹാ, നിനക്ക് ന്യായപ്രമാണവും തന്നു, പരിച്ഛേദനവും തന്നു, വെളിച്ചവും തന്നു, അറിവും തന്നു, എന്നിട്ടും നീ കപടഭക്തിക്കാരനെങ്കിൽ നിന്റെ കുറ്റം ഇതൊന്നും കൊടുക്കാത്ത ജാതിയേക്കാളും കൂടുതലാണെന്നാണ്. അപ്പൊ പരിച്ഛേദന ചെയ്തവനാന്നൊക്കെ പറഞ്ഞ് വലിയ ഗമ കാണിക്കാനൊന്നും നമുക്ക് ആർക്കും കഴിയുകയില്ല. ദൈവത്താൽ നിയമിക്കപ്പെട്ടതെങ്കിലും ആചാരങ്ങളിലുള്ള പങ്കാളിത്തത്തിൽ മാത്രം അധിഷ്ഠിതമായ രക്ഷയുടെ എല്ലാ പ്രതീക്ഷകളും വ്യർത്ഥമാണ്. ഞാൻ വെറുതെ ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായെന്നും പറഞ്ഞ് ആരും ചിന്തിക്കരുത് നിങ്ങൾക്ക് രക്ഷ ലഭിക്കുമെന്ന്. അതാണ് ഇവിടുത്തെ ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അത് ദൈവം നിയമിച്ച പരിച്ഛേദനയാകട്ടെ, സ്നാനമാകട്ടെ, അതിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടുമെന്നൊന്നും ആരും ചിന്തിക്കരുത്. വെറുതെ ഒരു ആചാരം അനുഷ്ഠാനിച്ചല്ല നമ്മൾ ആരും രക്ഷിക്കപ്പെടുന്നത്. അതല്ല സുവിശേഷം. അത് പ്രവൃത്തിയുടെ സുവിശേഷം, അത് ബൈബിളിൽ പഠിപ്പിക്കാത്ത സുവിശേഷം. അതുകൊണ്ട് അനീതി പ്രവർത്തിക്കുന്ന യഹൂദനെ പരിച്ഛേദനയും ദൈവം മുൻപാകെ നീതീകരിക്കയില്ല. വളരെ വേഗത്തിൽ നമുക്ക് അവസാനത്തെ 2 വാക്യങ്ങളിലേക്ക് കടക്കാം. 28ഉം 29ഉം. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പിന്നെ അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ്, നമ്മുടെ ഭാവനയിൽ നമ്മൾ ചിന്തിക്കുകയാണ്, പൗലോസ് ഒരു യഹൂദനോട് സുവിശേഷം പറയാണ്. യഹൂദനോട് ആദ്യം ന്യായപ്രമാണ വിഷയം പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചു, ഓക്കെ, ഞാൻ ന്യായപ്രമാണമൊന്നും അനുസരിക്കുന്നില്ല. രണ്ടാമത് അവൻ പരിച്ഛേദന പൊക്കിക്കൊണ്ടുവന്നു, ഞാൻ പരിച്ഛേദന ഏറ്റവനില്ല, അപ്പോൾ പിന്നെ ഞാൻ ഉടമ്പടി ബന്ധത്തിലില്ല, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടോളും. അല്ല, പരിച്ഛേദനയും നീ ന്യായപ്രമാണം അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ പരിച്ഛേദന കൊണ്ടൊന്നും നിനക്ക് പ്രയോജനമില്ല. അപ്പോൾ അവൻ പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരം, എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ ന്യായപ്രമാണം എത്ര അനുസരണക്കേട് കാണിക്കുന്നെന്ന് പറഞ്ഞാലും, ഞാൻ പരിച്ഛേദന ഏറ്റിട്ട് എനിക്കൊരു പ്രയോജനമില്ലെന്നൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആരാ? ഞാനൊരു യഹൂദൻ, ഞാൻ അബ്രഹാമിന്റെ സന്താനമാണ് എന്ന് പറയുമ്പോൾ അത് മറ്റു വ്യക്തികളെ പോലെയല്ല, അത് സാധാരണ ഒരു 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 കാര്യമല്ല. വലിയ പദവിയാണ് അബ്രഹാമിന്റെ മക്കളാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഞാൻ അബ്രഹാമിന്റെ മകനാണ്. ദൈവം അബ്രഹാമിന്റെ മക്കളായ യഹൂദർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ലംഘിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. അപ്പൊ വാഗ്ദത്ത സന്തതികളാണ് ഞങ്ങൾ. ഞങ്ങളോട് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിട്ടുണ്ട്, ഞങ്ങളോട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനില്ല. ദൈവം ഇസ്രായേലിനെ പരിപാലിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അനുഗ്രഹവും തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവസാനം ദൈവരാജ്യത്തെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളും അങ്ങ് കാണും. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താണ്? ഞാൻ ആരുടെ മകനാണ്? പിതൃപാരമ്പര്യം. അബ്രഹാമിന്റെ മകനായതുകൊണ്ട്, അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട്. നമ്മൾ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നതാണ്, യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ പല രീതിയിൽ യഹൂദന്മാരുടെ പാപം വെളിപ്പെടുത്തുമ്പോൾ അവർ തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ ആരുടെ അടിമയൊന്നുമല്ല, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. നീ ആരോടാ ഈ അടിമയെന്നൊക്കെ പറയുന്നത്? അപ്പൊ കർത്താവ് പറഞ്ഞു, പാപത്തിന് അടിമയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. അപ്പൊ കണ്ടോ, അവരുടെ വായിൽ വന്നിരുന്ന വീമ്പ് പറച്ചിൽ അതായിരുന്നു, ഞങ്ങൾ ആരാന്നറിയാവോ? ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. നമ്മുടെ നാട്ടിലും ഉണ്ട് അങ്ങനത്തെ ചിലര്. ഞങ്ങൾ ആരാന്നറിയാവോ? നമ്മൾ പോയി സുവിശേഷം പറയുമ്പോൾ അവർ പറയുന്നത് എന്താ? ഞങ്ങൾ ആരാന്നറിയാവോ? തോമാസ് ലീഹ വന്ന് മുഖ്യ മുത്തച്ഛന്റെ മക്കളാണ് ഞങ്ങള്. ഇന്നും അതേ കാര്യമൊക്കെ തന്നെ. മനുഷ്യർക്ക് വലിയ മാറ്റമൊന്നുമില്ല. അത് യഹൂദനായാലും ശരി, സുറിയാനി ആയാലും ശരി, നമ്മുടെ ആരായാലും ശരി, ഈ മേൽക്കോയ്മ പറച്ചിലേ ഉള്ളൂ. യഹൂദന് പിന്നെയും വചനപ്രകാരമെങ്കിലും പറയാൻ ന്യായമുണ്ട്. ഈ തോമാസ് ലീഹ മുക്കിയതിനൊന്നും വചനപ്രകാരമുള്ള ചരിത്രമല്ലത്, അല്ലേ? അപ്പോൾ ഇന്നും കുലമഹിമയും കുടുംബ പാരമ്പര്യവും ഒക്കെ പറഞ്ഞ ആളുകൾ, ഞാൻ അങ്ങ് രക്ഷിക്കപ്പെട്ടുള്ളൂ, എനിക്കൊരു കുഴപ്പം വരുത്തില്ല. പ്രത്യേകിച്ച് യഹൂദൻ. കാരണം യഹൂദനോട്, അവരുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. അപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോഴാണ് അപ്പോസ്തലന്റെ മറുപടി 28ലും 29ലും. ഈ മറുപടി 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ വൈരുദ്ധ്യം നിറഞ്ഞ പദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അല്ലെ? നിങ്ങൾ ആ 28ഉം 29ഉം ഞാൻ പറയുമ്പോൾ ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു കണ്ടോ, പുറമേ ഉള്ള യഹൂദൻ. രണ്ടാമത്തെ വാക്യത്തിൽ കണ്ടോ, 29ആം വാക്യത്തിൽ കണ്ടോ, അകമേ. അപ്പൊ പുറമേ, പിന്നെ അകമേ, പിന്നെ ജഡത്തിലുള്ള പരിച്ഛേദന, അല്ലെ? ഇപ്പൊ ജഡത്തിലുള്ളത്. 29ആം വാക്യത്തിൽ ഹൃദയത്തിലുള്ള പരിച്ഛേദന. അപ്പൊ പുറമേ, അകമേ, ജഡം, ഹൃദയം, പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ആത്മാവും അക്ഷരവും. അക്ഷരാർത്ഥത്തിലുള്ള പരിച്ഛേദനയുണ്ട്, ആത്മാവിനാൽ ഉള്ളിൽ സംഭവിക്കുന്ന പരിച്ഛേദനയുണ്ട്. പിന്നെ മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന പ്രശംസയുണ്ട്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രശംസയുണ്ട്. ഇതെല്ലാം വൈരുദ്ധ്യങ്ങളാണ്. ഇതെല്ലാം താരതമ്യം ചെയ്താണ് ഇവിടെ അപ്പോസ്തലൻ ഉത്തരം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അകമേ, പുറമേ, അകമേ, ജഡം, ഹൃദയം, ആത്മാവ്, അക്ഷരം, മനുഷ്യൻ, ദൈവം. എന്താ ഈ പറഞ്ഞു വരുന്നത്? മൊത്തചിത്രം ഈ 2 വാക്യത്തിന്റെ എന്താണ്? ഇത് ചൂണ്ടിക്കാണിക്കുന്നത്, രക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം
ആ ബാഹ്യമായ കാര്യത്തിൽ മാത്രം ആസ്പദമാക്കിയുള്ളതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പുറമേ ജഡമായിട്ടുള്ളതും അക്ഷരാർത്ഥത്തിലുള്ളതാണെന്നൊക്കെ പറയാമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അകമേ ആത്മാവിനാൽ ഹൃദയത്തിൽ സംഭവിക്കുന്നതാണ്, അല്ലേ? അതായത് ആത്മാവിനാൽ ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു ആന്തരിക പരിവർത്തനമായിരിക്കണം, അല്ലാതെ വെറുതെ ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചതായതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടുകയില്ല. വളരെ ലളിതമായിട്ട് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാവോ? നമ്മുടെ രക്ഷ ജനനത്താലല്ല, വീണ്ടും ജനനത്താലത്രേ സംഭവിക്കുന്നു. ഞങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചു, ആ കുടുംബക്കാർ സുറിയാനിയാണോ തോമാസ് ലീഹ മുഖ്യതാണോ എന്നുള്ളതൊന്നുമല്ല ചോദ്യം. അതൊക്കെ പുറമേ യഹൂദൻ, പുറമേ നാമധേയ വിശ്വാസിയാണോ എന്ന് തെളിയിക്കാൻ കൊള്ളാം. അകമേയുള്ള ഹൃദയംഗമായിട്ടുള്ള ആത്മാവിനാലുള്ള പരിച്ഛേദന, രൂപാന്തരം, വീണ്ടും ജനനം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥ യഹൂദൻ, യഥാർത്ഥ വിശ്വാസിയെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് യഹൂദനും ദൈവം മുൻപാകെ നീതീകരിക്കപ്പെടേണ്ടതിന് തൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള അറിവിലോ പരിച്ഛേദനയിലുള്ള പങ്കാളിത്തത്തിലോ തൻ്റെ പിതൃപാരമ്പര്യത്തിലോ ഒന്നും ആശ്രയിക്കരുത്. അത് നിർത്തണം, അതിൽ നിന്ന് അനുതപിക്കണം. പകരം എന്ത് ചെയ്യണം? നമ്മൾ ഇത്രത്തോളം കണ്ടതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിക്കുകയും വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന നീതീകരണം നേടുകയും വേണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ വേദഭാഗം. വളരെ വേഗത്തിൽ ഉപദേശ സത്യങ്ങളിലേക്ക് ചിന്തിക്കാം. ഇവിടെയാണ് കാതലായിട്ട് നമുക്ക് കുറച്ച് സമയം ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ യഹൂദന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് വളരെ വ്യക്തത്തിൽ സമാന്തരമായ പല വിഷയങ്ങളും നമുക്ക് ചിന്തിക്കുവാനായിട്ടൊക്കെ സാധിക്കും. ഏത് തരത്തിലുള്ള മതപരമായ സമൂഹത്തിലും ഈ പറഞ്ഞ യഹൂദന്റെ പോലത്തെ ചിന്താഗതിയുണ്ട്. വിശേഷാൽ ബൈബിളൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് കണ്ടു വളർന്നു വരുന്ന സാമുദായിക ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു വരുന്നവർ, അവർക്കാണ് ഈ യഹൂദന്റെ അതേ അബദ്ധം സംഭവിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ളത്, അല്ലേ? അപ്പോൾ അവരെ മുന്നിൽ നിർത്തിയാണ് ഇന്നത്തെ ഉപദേശ സത്യങ്ങളും പ്രായോഗിക തലത്തിലുള്ള നമ്മുടെ ഉപയോഗങ്ങളും ഒക്കെ നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഈ മൊത്തം വേദഭാഗത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു തത്വം നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് അത് പഴയ ഉടമ്പടിയിലെ ഇസ്രായേൽ ആകട്ടെ, യഹൂദന്റെ വിഷയമാകട്ടെ, ഇന്നത്തെ മതപരമായ സാമുദായിക നാമധേയ സഭകളാകട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്, ഇസ്രായേൽ ആയാലും പുതിയ ഉടമ്പടിയിലെ സഭയായാലും വെറും ബാഹ്യമായ അംഗത്വം മാത്രമുള്ള നാമധേയ വിശ്വാസികൾക്ക് ദൈവത്തിന്റെ രക്ഷ ലഭിക്കുമെന്നതിന് ഒരു ഉറപ്പും ഇല്ല. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. യഹൂദൻ ഉറപ്പില്ല. യഹൂദൻ ഒരു ഉറപ്പും അപ്പോസ്തലൻ കൊടുക്കുന്നില്ല. നിനക്ക് ന്യായപ്രമാണത്തിന്റെ അറിവുണ്ടെങ്കിലോ, നീ പരിച്ഛേദന ഏറ്റവനാണേലോ, നീ ജന്മന നല്ല പിതൃപാരമ്പര്യത്തിൽ വളർന്നവനായതുകൊണ്ടോ ഒന്നും എനിക്ക് നീ രക്ഷിക്കപ്പെടുമെന്ന് പറയുവാൻ കഴിയുകയില്ല. നീ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ ഭാഗമാകണം. അല്ലാതെ നീ മതപരമായിട്ട് ഇതുമായിട്ട് ഒരു ബാഹ്യമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നാമധേയ വിശ്വാസികളായിട്ട് ആരും ഇരിക്കരുത്. ഞാനൊരു ക്രിസ്തീയ പൈതൃകത്തിൽ ജനിച്ചു വളർന്നു, എൻ്റെ മുതുമുത്തച്ഛന്മാർ മുതൽ എല്ലാവരും വിശ്വാസികളായിരുന്നു, അല്ലെ ക്രിസ്ത്യാനികളായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അബ്രഹാമിന്റെ സന്തതികളായ യഹൂദന്മാരോട് പോലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നാ. പിന്നാണ് ഇവിടെ കേരളത്തിലെ പാരമ്പര്യം. നമ്മൾ ജാതിയരുടെ ഇടയിൽ എന്തോന്ന് പാരമ്പര്യം, അല്ലെ? അതുകൊണ്ട് ആരും ചിന്തിക്കരുത് നാമധേയ ക്രിസ്ത്യാനിത്വം മതിയെന്ന്. യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ വീണ്ടും ജനിക്കണം. അതുകൊണ്ട് ഒരുറപ്പുമില്ല. നിങ്ങൾക്ക് ജനിച്ചപ്പോൾ മുതൽ ബൈബിൾ അറിയാം, നിങ്ങൾ ശിശുസ്നാനം ലഭിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാർമ്മിക ശുശ്രൂഷയൊക്കെ ഭാഗമായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ജന്മന തോമാസ് ലീഹ ഒന്ന് മുഖ്യ കുടുംബത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയാമെങ്കിലും അതൊന്നും രക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അതൊക്കെ അപകടമാണ്. അതിലൊക്കെ ആശ്രയിക്കുന്നു. അതിൽ നിന്ന് വിട്ടുമാറി രക്ഷയ്ക്ക് യേശുക്രിസ്തുവിൽ തന്നെ വിശ്വസിക്കണം. കാരണം മറ്റു മാർഗത്തിലൊന്നും ഈ പറഞ്ഞ നാമധേയ വിശ്വാസത്തിന്റെ യാതൊരു വീമ്പ് പറച്ചിലും രക്ഷയ്ക്കൊരു ഉറപ്പുമില്ല. രണ്ടാമതായിട്ട് നമ്മളിവിടെ കണ്ടു, ന്യായപ്രമാണം നന്നായിട്ട് അറിയാം, അല്ലെ? അവന് ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ അറിയാം, അവൻ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുവാൻ പ്രാപ്തനാണെന്നൊക്കെ ഉറച്ചിരിക്കുന്ന യഹൂദനോട് അപ്പോസ്തലൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. നീ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പോലെ നിന്നെ പഠിപ്പിക്കുന്നുണ്ടോ? നീ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നീ വ്യഭിചാരം ചെയ്യുന്നുണ്ടോ? ലൈംഗിക പാപം, അല്ലെ? ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം യഹൂദനൊരു മറുപടിയില്ല. അപ്പോൾ യെശയ്യാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ നിമിത്തം ശരിയായ വിശ്വാസിയൊന്നുമല്ല, പക്ഷെ ദൈവത്തിന്റെ ആളാന്നും പറഞ്ഞ നടപ്പ്, നിങ്ങൾ നിമിത്തം അവിശ്വാസികളുടെ ഇടയിൽ ദൈവത്തിന്റെ തിരുനാമം ദുഷിക്കപ്പെടുന്നു.
അപ്പോ ദൈവജനത്തിന്റെ ഭാഗമാണെന്നും ദൈവവചനം അറിയാമെന്നും ഒക്കെ അവകാശപ്പെടുന്നവരുടെ പാപങ്ങൾ ദൈവത്തിന് വളരെ അനിഷ്ടകരവും നമ്മുടെ സഹമനുഷ്യർക്ക് വളരെ ദോഷകരവുമാണ്. അതാണ് നാമധേയ ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു പ്രശ്നം. രക്ഷിക്കപ്പെടാത്തവരൊക്കെ പറയാണ് ഞങ്ങൾ ക്രിസ്തുവിന്റെ ആളുകളാണ്. എന്നിട്ട് അവൻ ചെയ്യുന്ന തോന്നിവാസത്തിനൊക്കെ ആരുടെ നാമമാണ് ദുഷിക്കുന്നേ? പൊന്നുനാമം ദുഷിക്കപ്പെടുകയാണ്. വെറും നാമമാത്രമായ ക്രിസ്ത്യാനികൾ നിമിത്തം പൊന്നുനാമം ദുഷിക്കപ്പെടുകയാണ്. അവന്റെ ഒന്നും നാമമല്ല ദുഷിക്കപ്പെടുന്നത്, അല്ലേ? ഒരുപാട് കഥകൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് പറയുവാനുണ്ട്. അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവർക്കറിയാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് എൻ്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും എൻ്റെ പൂർവികരും ഒക്കെ എന്നോട് പറഞ്ഞത്, നിനക്കൊന്നും മാപ്പിളകളുടെ തനി സ്വഭാവം അറിഞ്ഞൂടാന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞത്, ജാതിപ്പേരും പറഞ്ഞു, മാപ്പിളകളുടെ തനി സ്വഭാവം അറിഞ്ഞൂടാ. അവരെ കുറിച്ചായി പറയുന്നത്, വീണ്ടും ജനിച്ച വിശുദ്ധന്മാരെ കുറിച്ചൊന്നും അല്ല ഈ പറയുന്നത്. അവര് കണ്ടിട്ടുള്ള സാധാരണ രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനികൾ. പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ എൻ്റെ ഒരു പ്രൊഫസറോട് പോയി സുവിശേഷം പറയാൻ പോയപ്പോൾ പുള്ളി എന്നോട് ആദ്യം പറഞ്ഞ കാര്യം, മോനെ, ഞാൻ 45 വർഷമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. എൻ്റെ അയൽക്കാരൻ ഒരു ക്രിസ്ത്യാനിയാണ്. പുള്ളി ഒരു സഭയുടെ പേരൊക്കെ പറഞ്ഞു, ഇവിടെ പറയുന്നില്ല ആ പേര്. നമുക്കറിയാം, വളരെ പേര് കേട്ട ഒരു സാമുദായിക അച്ചായൻ സഭ എന്ന് വേണേൽ പറയാം. ആ വ്യക്തി വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കറണ്ടും വെള്ളവും ഒക്കെ മോഷ്ടിക്കുകയാണ്. ഞാൻ എന്തിനീ സുവിശേഷം വിശ്വസിക്കണം? പുള്ളി എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. ഞാൻ എന്തോ പറയും? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അന്ന് അറിഞ്ഞും കൂടായിരുന്നു രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനികളുണ്ടെന്നും അവരുടെയൊക്കെ കയ്യിലിരിപ്പ് നിമിത്തം യേശുക്രിസ്തുവിന്റെ പേര് പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയിൽ ദുഷിക്കപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ഞങ്ങൾക്ക് ദൈവവചനം ജനിച്ചപ്പോൾ മുതൽ അറിയാമെന്നും ഒക്കെ പറയുന്ന വിശ്വാസികളല്ലാത്തവർ നിമിത്തം ദൈവത്തിന്റെ പൊന്നുനാമം ദുഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവരുടെ പാപം ദൈവത്തിന് വളരെ അനിഷ്ടമാണ്. നിങ്ങൾ പാപം ചെയ്തിരുന്ന ദൈവത്തിന് അനിഷ്ടം വരും. പക്ഷേ യേശുക്രിസ്തുവിന്റെ ആളുകളാണെന്ന് പറഞ്ഞേച്ച് കപടഭക്തിക്കാരന്മാരായിട്ടുള്ളവരുടെ പാപം അത് ദൈവത്തിന് അനിഷ്ടം തന്നെ. ഇവിടെ നമ്മൾ വേറൊരു വിഷയം കൂടെ മനസ്സിലാക്കണം. പരിച്ഛേദന നമ്മളെ രക്ഷിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടപ്പോൾ അവിടെ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ഉപദേശ തത്വം നമ്മൾ മനസ്സിലാക്കണം. പഴയ ഉടമ്പടിയിലെ പരിച്ഛേദനയാകട്ടെ, പുതിയ ഉടമ്പടിയിലെ ജലസ്നാനമാകട്ടെ, കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന ഈ ആചാരങ്ങൾക്ക് അന്തർലീനമായ ഫലപ്രാപ്തിയുള്ളതോ കൃപ പകരുന്ന ദിവ്യകർമ്മമോ ഒന്നുമല്ല. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരമ്പരാഗത ക്രിസ്തീയ സഭകളിൽ പഠിപ്പിക്കുന്നത് സ്നാനം, അതായത് പ്രത്യേകിച്ച് ശിശുസ്നാനം, ഒരു കൂദാശയാണെന്നാണ്. കൂദാശ സുറിയാനി വാക്കാണ്. അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ മതി. നിങ്ങൾ വിശ്വസിക്കുകയോ നിങ്ങൾ അത് എങ്ങനെ അതിന്റെ ഭാഗമായെന്നുള്ള ഒന്നും വിഷയമല്ല. വന്ന് സംബന്ധിച്ചോ നിങ്ങൾക്ക് അനുഗ്രഹം. നമ്മുടെയൊക്കെ നാട്ടിൽ പൂജാവിധികളൊക്കെ നടത്തുന്ന പോലെ അതിൽ വന്ന് സംബന്ധിക്കാന്നുള്ളൂ. ആ റൂമിൽ വന്നിരിക്കണം, എന്നിട്ടങ്ങ് പോകണം, നിങ്ങൾക്ക് അനുഗ്രഹം. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അതായത് അന്തർലീനമായിട്ട് അതിനൊരു ശക്തിയുണ്ട്, അത് നിങ്ങളെ രക്ഷിക്കും. ഇത് തന്നെയാണ് യഹൂദൻ പരിച്ഛേദനയെ കുറിച്ച് ചിന്തിച്ചത്. ഞാൻ പരിച്ഛേദനയേറ്റവൻ, അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടോളും. ഇല്ല, ഈ ആചാരങ്ങളൊന്നും സ്വമേധയാ രക്ഷിക്കുന്നതല്ല. വിശ്വാസമില്ലെങ്കിൽ ഇതിന് ഒരു പ്രവൃത്തിയില്ല. ഇപ്പൊ സ്നാനം, ഞാൻ പോയി ഒരു വെള്ളത്തിനകത്ത് ചാടിയാ രക്ഷിക്കപ്പെടത്തില്ല. അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഞാൻ വിശ്വാസിയാണെങ്കിലേ ഗുണമുള്ളൂ. എൻ്റെ വിശ്വാസമാണ് കർത്താവിന്റെ പുനരുത്ഥാന ശക്തി എന്നിൽ പ്രവർത്തിച്ച് ഞാൻ മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചവനായിട്ടുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിനാണ് അവിടെ മുൻഗണന. അല്ലാതെ നീ കിണറ്റി ചാടിയോ വെള്ളത്തിൽ ചാടിയോ ഏതെങ്കിലും ഒരു പാസ്റ്റർ ഇതിനെ മുഖ്യോ എന്നുള്ളതല്ല. അത് വെറും ഒരു ബാഹ്യമായ അടയാളം. വസ്തുത വിശ്വാസത്തിന്റെ വിഷയമാണ്, ആന്തരിക വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആരും ചിന്തിക്കരുത് ഈ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ആചാരങ്ങളുടെ ബാഹ്യമായ ഭാഗമായാൽ അതുമായിട്ടൊന്ന് വന്ന് സംബന്ധിച്ചു കഴിഞ്ഞാൽ എന്തോ ഗുണമുണ്ടെന്നില്ല. ബാഹ്യമായ പങ്കാളിത്തം കൊണ്ട് ആരും രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനൊരു കാർമ്മിക ദൈവശാസ്ത്രം നമുക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് തെറ്റാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു, യഹൂദൻ ശരിയായ കുടുംബത്തിലൊക്കെ ജനിച്ചവനാ, പക്ഷേ ജനിച്ചത് കൊണ്ട് മാത്രമായില്ല, അവൻ വീണ്ടും ജനിക്കണം. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ആരും രക്ഷിക്കപ്പെടുകയില്ല. എൻ്റെ അപ്പൻ ഏറ്റവും വലിയ ദൈവഭക്തനായിരിക്കാം, ഏറ്റവും വലിയ സുവിശേഷകനായിരിക്കാം, ഏറ്റവും വലിയ ദൈവദാസനായിരിക്കാം, പക്ഷെ ഞാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചേ മതിയാകൂ. എൻ്റെ അപ്പൂപ്പൻ ആരാണെന്നോ മുതുമുത്തച്ഛൻ ആരായിരുന്നെന്നോ തോമാസ് ലീഹ മുഖ്യവനാണെന്നോ ഒന്നും ഒരു വിഷയമല്ല. നീ രക്ഷിക്കപ്പെടണമെങ്കിൽ നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇത് തന്നെയാണ് ഏറ്റവും കൊമ്പത്തെ പാരമ്പര്യമുള്ള യഹൂദനോട് പൗലോസ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ജാതീയരായി ഒന്നും പറയാനില്ല. അതാണ് സത്യാവസ്ഥ. കുടുംബ പാരമ്പര്യവും കുലമഹിമയും നോക്കി യേശുക്രിസ്തു ആരെയും രക്ഷിക്കുന്നില്ല. വിശ്വാസികളെയാണ് ദൈവം രക്ഷിക്കുന്നത്. അവിടെ കുടുംബ മഹിമയ്ക്കോ കുടുംബ പേരില്ലായ്മയ്ക്കോ ഒരു സ്ഥാനവുമില്ല. ഏത് പശ്ചാത്തലത്തിൽ നിന്നുള്ളവർക്കും ഒരേ പദവി തന്നെ. കുറ്റക്കാരായ പാപികൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ
രക്ഷിക്കപ്പെട്ട നീതിമാന്മാർ, നീതീകരിക്കപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ അവിടെ പശ്ചാത്തലത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. അവസാനമായിട്ട് നമ്മൾ അവസാനത്തെ വാക്യത്തിൽ കണ്ടു, ഹൃദയത്തിൽ നിന്ന് അല്ലെ ഒരു പരിച്ഛേദന ഉണ്ടെങ്കിൽ അതാണ് ദൈവത്തിന്റെ മുൻപാകെ പ്രശംസ അർഹിക്കുന്നതെന്ന്. അവിടെ അടങ്ങിയിരിക്കുന്ന ഉപദേശ സത്യം ഒന്ന് വെളിപ്പെടുത്തട്ടെ. ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ, ദൈവം നമ്മളെ അംഗീകരിക്കണമെങ്കിൽ നമ്മുടെ ദൈവഭക്തിയും ശുശ്രൂഷയും വീണ്ടും ജനനം പ്രാപിച്ച ഒരു ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം. അല്ലാതെ വെറും ബാഹ്യവും ജഡീകവുമായ മതഭക്തിക്ക് ദൈവ മുൻപാകെ ഒരു പ്രശംസയുമില്ല. രക്ഷിക്കപ്പെടാത്ത ഏത് വ്യക്തി വേണേ ആയിക്കൊള്ളട്ടെ, ബൈബിൾ മുഴുവൻ കലക്കി കുടിച്ച് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നെന്ന് പറയുന്ന വ്യക്തിയാകട്ടെ, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മതഭക്തി വെറും ജഡീകവും ബാഹ്യവുമാണ്, വീണ്ടും ജനനം പ്രാപിച്ച ഒരു ഹൃദയത്തിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ അവസാനം വായിച്ചതുപോലെ ദൈവത്തിൽ നിന്നുള്ള ഒരു പുകഴ്ചയും ലഭിക്കുകയില്ല. ദൈവത്താൽ നീതീകരിക്കപ്പെടാതെ ദൈവത്തിൽ നിന്നൊരു പുകഴ്ചയും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ജനനം അനിവാര്യമാണ്. അല്ലാതെ ആ പുള്ളി കൊള്ളാം, നന്നായിട്ട് ബൈബിൾ വായിക്കും, നല്ല ബൈബിൾ പ്രഭാഷണം നടത്തും, നല്ല പാട്ട് പാടും, പക്ഷേ പുള്ളി രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നേരത്തെ പറഞ്ഞതിനൊന്നും ഒരു വിലയുമില്ല. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇനി എത്ര ബൈബിൾ അറിയാമെന്ന് പറഞ്ഞാലും, ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, ഏത് കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാലും ഒരു വിലയുമില്ല. അതാണ് നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിൽ കണ്ടത്. രക്ഷിക്കപ്പെടാത്ത യഹൂദൻ അബ്രഹാമിന്റെ സന്തതിയാണ്, പരിച്ഛേദനയേറ്റവനാണ്, ന്യായപ്രമാണമുള്ളവനാണ്, പക്ഷെ ഒരു ഗുണവും ഇല്ല. രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ അവന്റെ എല്ലാം വെറും ബാഹ്യവും ജഡീകവുമാണ്. അത് ദൈവം മുൻപാകെ ഒരു പ്രശംസയും അർഹിക്കുന്നില്ല. വളരെ വേഗത്തിൽ നമ്മുടെ ഇന്നത്തെ പ്രായോഗിക തലത്തിലുള്ള വിലയിരുത്തൽ പങ്കുവെക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ കൂട്ടങ്ങളിൽ എവിടെ വരും? നാമധേയരായ ക്രിസ്ത്യാനികൾ മാത്രമാണോ, അതോ നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവ പൈതലാണോ? ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. വർഷങ്ങളായിട്ട് സഭയിൽ വന്നിരിക്കുന്നവരായിരിക്കും, സ്നാനപ്പെട്ടെന്നൊക്കെ പറയുന്നവരായിരിക്കും ചോദിക്കുക, നിങ്ങൾ വെറും നാമധേയ ക്രിസ്ത്യാനിയാണോ, അതോ ശരിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച, വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലാണോ? അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. മറ്റേത് കപടഭക്തിക്കാരൻ, വെറും മതഭക്തൻ, ദൈവത്താൽ അവസാനം രക്ഷിക്കപ്പെടാത്തവൻ, അല്ലേ? അപ്പോ അവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇന്നത്തെ വേദഭാഗത്തിന്റെ വെളിച്ചത്തിൽ, എവിടെയാണ് നിങ്ങളുടെ ആശ്രയം എന്നുള്ളതാണ്. നിങ്ങളുടെ കുലമഹിമയിലും നിങ്ങൾ പങ്കെടുത്ത കൂദാശയിലും നിങ്ങൾക്ക് മതബോധമുണ്ടെന്നും മതപരിജ്ഞാനമുണ്ടെന്നും ഒക്കെ ഉള്ളതിലാണോ നിങ്ങൾ വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നത്? അതോ നിങ്ങളുടെ ആശ്രയം യേശുക്രിസ്തുവിൽ പ്രവൃത്തികൾ കൂടാതെയുള്ള ഒരു വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന നീതീകരണത്തിലാണോ? വരുവാനിരിക്കുന്ന അന്തിമ ന്യായ ദിവസത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെടുമെന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ പ്രത്യാശ, നിങ്ങളുടെ ആശ്രയം? അത് ചോദിക്കുമ്പോൾ വെളിപ്പെട്ട് വരും, നിങ്ങൾ വെറും നാമധേയ ക്രിസ്ത്യാനിയാണോ, അതോ ശരിക്കും വീണ്ടും ജനനം പ്രാപിച്ചവനാണോ? വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി പറയും, എൻ്റെ കുടുംബ മഹിമയല്ല, ഞാൻ എന്ത് സഭ ആചാരത്തിൽ പങ്കെടുത്തു എന്നുള്ളതല്ല, എൻ്റെ അറിവിലല്ല, എൻ്റെ വേദപരിജ്ഞാനത്തിലല്ല, ഞാൻ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്നു, അവന് മാത്രമേ എന്നെ വരുവാനിരിക്കുന്ന അന്തിമ ന്യായ ദിവസത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അവൻ എങ്ങനെ രക്ഷിക്കും? എനിക്ക് ദാനമായിട്ടത് പൂർണ്ണതയുള്ള നീതി, അവന്റെ നീതി എനിക്ക് അവൻ കണക്കിടും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കൊടുത്തു, കണക്കിട്ടു. അല്ലാതെ അബ്രഹാം നീതിമാനായെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ പ്രവർത്തികൾ കൊണ്ട് നീതിമാനല്ല. അബ്രഹാം വിശ്വസിച്ചപ്പോൾ കടമായിട്ട്, ദാനമായിട്ട് ഒരു നീതി അവന്റെ അക്കൗണ്ടിൽ കൊടുത്തു, അവന്റെ കണക്കിലിട്ടു ദൈവം. അങ്ങനെയാണ് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു രക്ഷാനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ വെറും നാമധേയ ക്രിസ്ത്യാനികൾ. അങ്ങനെ നാമധേയ ക്രിസ്ത്യാനികൾ യഥാർത്ഥ വിശ്വാസികളല്ല എന്നാണ് നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിൽ കണ്ടത്. യഹൂദന്റെ ദൃഷ്ടാന്തത്തിലൂടെ, അവന്റെ ഉദാഹരണത്തിലൂടെ നമ്മൾ പഠിച്ചതാണ്, നാമധേയ വിശ്വാസി ആയതുകൊണ്ട് കാര്യമില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ശരിക്കും വീണ്ടും ജനനം പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിക്കുക, അതാണ് ഒന്നാമത്തെ പ്രായോഗിക ഉപയോഗം ഈ വേദഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമതായിട്ട്, ഇനി നിങ്ങൾ വീണ്ടും ജനിച്ചവരാണേലും ഓർക്കുക, നിങ്ങളുടെ പൂർണ്ണമായ നീതി എപ്പോഴും നിങ്ങൾ കണ്ടെത്തേണ്ടത് യേശുക്രിസ്തുവിൽ മാത്രമായിരിക്കണം. അല്ലാതെ എല്ലാ ആഴ്ചയും പറയുന്ന പോലെ ഗലാത്യ സഭയുടെ അബദ്ധത്തിൽ പോയി പെടരുത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനിയിപ്പം എൻ്റെ വചനത്തിലുള്ള അറിവും ഞാൻ സഭാ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതും എൻ്റെ കുടുംബവും, അതൊന്നും ചിന്തിക്കരുത്. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായ കുടുംബത്തെ ചിന്തിക്കത്തില്ല. നമ്മുടെ സഭ, ഞാൻ ഈ സഭയുടെ ആളാ, അല്ലെങ്കിൽ നമ്മുടെ സംഘടന, നമ്മുടെ ഡിനോമിനേഷൻ, ഇങ്ങനെ ഇതിലൊന്നും നമ്മൾ നമ്മുടെ നീതീകരണത്തിന് അടിസ്ഥാനം കണ്ടെത്തരുത്. നിങ്ങളുടെ പൂർണ്ണമായ നീതി നിങ്ങൾ യേശുക്രിസ്തുവിൽ മാത്രം കണ്ടെത്തുവാൻ, അവനിൽ മാത്രം ആശ്രയിക്കുക, അന്ത്യം വരെ അവനിൽ മാത്രം വിശ്വസിക്കുക.
മൂന്നാമതായിട്ട് വളരെ കാതലായ ഒരു വിഷയം പറഞ്ഞുകൊള്ളട്ടെ. നാമമാത്ര ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നാമധേയരായ ക്രിസ്ത്യാനികളുടെ കപടഭക്തിയെ നമ്മൾ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മളെങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നേ? ഞാൻ പറഞ്ഞു തരാം. നാമധേയരായ ക്രിസ്ത്യാനികളെ പലപ്പോഴും ശരിയായ വിശ്വാസികൾ അവരോട് സുവിശേഷം പറയാതെ അവരും ക്രിസ്തുവിലെ സഹവിശുദ്ധന്മാരാണെന്നങ്ങ് പറയും. എത്രയോ പേരുണ്ട് അങ്ങനെ. രക്ഷിക്കപ്പെടാത്തവൻ ബൈബിൾ പ്രഭാഷണം നടത്തുന്നു എന്ന് കാണുമ്പോൾ, ഓ, അയാൾ കൊള്ളാം കേട്ടോ. രക്ഷിക്കപ്പെടാത്ത അക്രൈസ്തവൻ അവിടുന്നും ഇവിടുന്നും ഗൂഗിളിൽ നിന്നും ഒക്കെ തപ്പിപ്പിടിച്ച് ബൈബിൾ പ്രഭാഷണം ചെയ്യുന്നത് കൊണ്ടും വളരെ VIP ആയതുകൊണ്ടും എല്ലായിടത്തും പിടിച്ച് ഇപ്പോൾ സ്റ്റേജെ കയറ്റി പ്രസംഗിപ്പിക്കുകയാണ്, കൺവെൻഷന് വിളിച്ച് കയറ്റുകയാണ്, പുള്ളി പുസ്തകം ഇറക്കുന്നു. ആരും ഒരു വാക്ക് പറയുന്നില്ല, ഈ വ്യക്തി രക്ഷിക്കപ്പെടാത്ത വ്യക്തിയല്ലേ, ഈ വ്യക്തി എന്തിനാ ബൈബിൾ പ്രഭാഷണം നടത്തുന്നേ? അല്ലേ? അത് ഒരു VIP ആയിരിക്കാം, സിനിമാ നടനായിരിക്കാം, രാഷ്ട്രീയക്കാരനായിരിക്കാം, ആര് വേണേ ആകട്ടെ. ബൈബിൾ പ്രഭാഷണം നടത്തുന്നതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ഭയങ്കര കയ്യടിയാണ്. ഫേസ്ബുക്കിൽ ഇടുകയാണോ ഈ വ്യക്തി നമ്മുടെ പുസ്തകം ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നു എന്ന്. ഇതില് ഒരു രീതിയിലും സന്തോഷിക്കാൻ വകയില്ല. നമ്മൾ ആ വ്യക്തിയെ ചതിക്കുകയാണ്. പുള്ളിയോട് സത്യം വിളിച്ച് പറയണം, എടാ, നീ രക്ഷിക്കപ്പെടാതെ ബൈബിളിൽ നിന്ന് പ്രഭാഷണം ഒന്നും നടത്താൻ പാടില്ല. കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സങ്കീർത്തനം 50:16. സങ്കീർത്തനം 50:16 കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രക്ഷിക്കപ്പെടാത്തവൻ. അതിന് ബൈബിളിൽ സങ്കീർത്തനത്തിൽ പറയുന്ന പേരാണ് ദുഷ്ടൻ. ദുഷ്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഏതോ വില്ലനാണെന്ന്. ദുഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതീകരിക്കപ്പെടാത്ത വ്യക്തി. അത് റോമാലേഖനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. രക്ഷിക്കപ്പെടാത്തവനും നീതീകരിക്കപ്പെടാത്തവന്റെയും വേറൊരു പര്യായമാണ് ദുഷ്ടൻ എന്നുള്ള വാക്ക്. അപ്പോ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ, അതായത് ഉടമ്പടിയെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്തു കാര്യം? നീ രക്ഷിക്കപ്പെടാത്ത വ്യക്തി. ചിലപ്പോഴൊക്കെ അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആളുകൾ സ്റ്റേജിൽ കയറ്റി പ്രസംഗിക്കാൻ അനുവദിക്കും. അങ്ങനെ ഒരു വ്യക്തി ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ച് പ്രസംഗിക്കാനൊന്നും പാടില്ല. ദൈവം കോപിച്ച് ചോദിക്കുകയാണ്, നീ ആര്? ഹൂ ആർ യു? നീ ആരാണ് എൻ്റെ വചനം എടുക്കുവാനും എൻ്റെ ഉടമ്പടിയെ ഉദ്ധരിക്കുവാനും വായിക്കുവാനും പ്രസംഗിക്കുവാനും? അതുകൊണ്ട് അയ്യോ, അയാൾ കൊള്ളാലോ, നമ്മുടെ ബൈബിളിൽ നിന്ന് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് കൈയടിച്ച് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്യുക അല്ല ചെയ്യേണ്ടത്. ആ വ്യക്തിക്ക് ദൈവകോപം വരുന്നെന്ന് പറഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെല്ലാം. ഇത് ഒരു വിവേചനവും ഇല്ലാത്ത, ഒരു വിവേകവും ഇല്ലാത്ത, ബുദ്ധിശൂന്യമായ, ബുദ്ധിഹീനമായ വിശ്വാസികളായി നമ്മൾ മാറിയിരിക്കുകയാണ്. രക്ഷിക്കപ്പെടാത്തവൻ ബൈബിളൊക്കെ ഉദ്ധരിച്ച് പ്രസംഗിക്കുക, നമ്മൾ പറയാൻ കൈയടിക്കുന്നു. കൊള്ളാം കേട്ടോ, നല്ല പ്രസംഗം, കേട്ടിരിക്കാൻ എന്തൊരു സുഖം, നമുക്ക് വൈറലാക്കി കളയാം. ബുദ്ധിഹീനരെ, ആ വ്യക്തിയോട് ദൈവകോപം വരികയാണ്. മാത്രമല്ല ആ വ്യക്തിയോട് പറയണം, നീ ആദ്യം രക്ഷിക്കപ്പെട്ടിട്ടേ ദൈവവചനമൊക്കെ കൈകാര്യം ചെയ്യാവുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മൂന്നാമത്തെ പ്രായോഗിക ഉപയോഗം ഇതാണ്. നാമമാത്ര ക്രിസ്ത്യാനികളെ ക്രിസ്തുവിലുള്ള സഹവിശുദ്ധരായി കണക്കാക്കി അവരുമായി സുവിശേഷം പങ്കുവെക്കാതെ അവരുടെ കപടതയെ നാം ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കരുത്. അവർ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളാണെങ്കിൽ അവർക്ക് സുവിശേഷം കൊടുക്കണം. അല്ലാതെ അവർ വിശ്വാസിയാണല്ലോ, അവർ നീതിമാനാണല്ലോ എന്നൊന്നും നമ്മൾ പറയരുത്. അവരിൽ എന്തൊക്കെ ഗുണം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ പ്രഭാഷണം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാലും, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണോ, നമ്മുടെ ബാധ്യത ആ വ്യക്തിയോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ കപടഭക്തിയെ കൂടുതൽ കൈയടിച്ച് താലോലിച്ച് വളർത്തുക എന്നുള്ളതല്ല. ഇവിടെ അതാണ് പൗലോസ് ചെയ്തത്. ഇവന് ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചില്ല. പൗലോസ് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തെളിയിച്ചു കൊടുത്തു. നീ രക്ഷിക്കപ്പെടേണ്ടവനാണ്, നീ ബൈബിളൊക്കെ പഠിച്ചതൊന്നും കാര്യമൊന്നും, നിനക്ക് പാപിയാ, നീ ആദ്യം രക്ഷിക്കപ്പെടണം. അല്ല പ്രഭാഷണം നടത്തലും പാട്ടുപാടലും ഒക്കെ പിന്നെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പൗലോസ് യഹൂദന്മാരോട് ചെയ്തതുപോലെ നാമും അവരുമായി സുവിശേഷം തീക്ഷ്ണതയോടെ പങ്കുവെക്കണം. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കണം. പാരമ്പര്യവും ഈ കൂദാശയും ശിശുസ്നാനവും ഒക്കെ മാറ്റിവെച്ച് യേശുവിൽ മാത്രം വിശ്വസിച്ച് കടമായി ലഭിക്കുന്ന ഒരു നീതീകരണം വേണമെന്ന് പറയുന്ന പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത ഏത് കൊമ്പത്തെ രാഷ്ട്രീയക്കാരനാകട്ടെ, പ്രഭാഷണം ചെയ്യുന്നവനാകട്ടെ, അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് അവർ മനസ്സിലാക്കാത്തത് നമുക്ക് തിരിച്ചറിയാം. എന്തുകൊണ്ട് ഈ സുവിശേഷ വിഹിത സഭകളിലെ പാസ്റ്റർമാരും വ്യക്തികളും തിരിച്ചറിയുന്നില്ല? ഇവരെയൊക്കെ കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റിലാണ് ഇപ്പം വിവരദോഷികളായ വിശ്വാസികൾ. അത് തെറ്റാണ്. നമ്മൾ മഹാനിയോഗത്തെ തള്ളിക്കളയുകയാണ്. അത് തെറ്റാണ്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ന്യായപ്രമാണം അല്ലെങ്കിൽ തിരുവെഴുത്തുകളിലുള്ള പരിജ്ഞാനം എത്രയോ ആകട്ടെ, ആ വ്യക്തി എന്തൊക്കെ കൂദാശ ചെയ്തവനാകട്ടെ, ആ വ്യക്തി ഏതോ കുടുംബത്തിൽ ജനിച്ചവനാകട്ടെ, ബൈബിൾ പ്രഭാഷണമൊക്കെ ചെയ്യാൻ, പുസ്തകം അടിച്ചിറക്കാനൊക്കെ അറിയാവുന്ന വ്യക്തിയാകട്ടെ, യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ പുസ്തകത്തിൽ ആ വ്യക്തിക്ക് ഒരു പേരേ ഉള്ളൂ, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി. നമ്മൾ സുവിശേഷം കൊടുക്കുവാൻ നമുക്ക് ബാധ്യതയുള്ള, നമ്മൾ നേടിയെടുക്കേണ്ട ഒരു വ്യക്തി. അല്ലാതെ വേറൊരു രീതിയിലും പുള്ളിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല. നമുക്ക് ഈ പ്രാവശ്യത്തെ
മനപ്പാഠവാക്യം വായിച്ച് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കാം. റോമർ 2:28 29 സമകാലിക ഭാഷാ പതിപ്പും സമകാലിക മലയാള വിവർത്തനത്തിൽ നിന്നും കടമെടുത്താണ് ഈ വേദഭാഗം. റോമർ 2:28 മുതൽ 29. ബാഹ്യകർമ്മങ്ങളല്ല ഒരുവനെ യഥാർത്ഥ യഹൂദനാക്കുന്നത്, യഥാർത്ഥ പരിച്ഛേദന കർമ്മം പുറമേ ചെയ്യുന്ന ഒരു അനുഷ്ഠാനവുമല്ല. ആന്തരികമായി യഹൂദനായി ഇരിക്കുന്നവനത്രേ യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥമായ പരിച്ഛേദന കർമ്മം നടക്കേണ്ടത് ഹൃദയത്തിലാണ്. അത് അക്ഷരപ്രകാരമുള്ളതല്ല, ആത്മാവിലുള്ളതാണ്. അങ്ങനെയുള്ളവന് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നു തന്നെ പ്രശംസ ലഭിക്കുന്നു. ഈ വേദഭാഗം കാണാൻ പഠിക്കുമ്പോൾ ഇവിടെ യഹൂദൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിശ്വാസി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വേദഭാഗത്തിൽ നമ്മൾ ഇന്ന് കണ്ട സത്യങ്ങളെല്ലാം നിങ്ങളെ ഈ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈ വേദഭാഗത്തോട് പ്രതികരിക്കാം. വളരെ കാതലായ ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നില്ല ആരും ഈ വേദഭാഗത്തിൽ നിന്ന് ഒരു പ്രസംഗം കേരളത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കുന്നു. കാരണം ഇതൊന്നും പ്രസംഗിക്കാത്ത വേദഭാഗങ്ങളാണ്. സ്വയനീതി, മതപരമായ ബോധം, ഇതൊന്നും ആരും പ്രസംഗിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ആരും നാമധേയ ക്രിസ്ത്യാനികളായിരിക്കുവാൻ തീരുമാനിക്കരുത്. വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെടുക. അതിന് ദൈവം നിങ്ങളെ അവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രതികരിക്കാം.